ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11ൻ്റെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഫസ്റ്റ് നമ്മളിതിനകത്ത് പഠിക്കുന്നത് ഡിസ്റ്റൻസ് ഫോമിൽ നമ്മൾ നോക്കാം. നമുക്ക് ലാസ്റ്റ് ഇയർ പഠിക്കാനുണ്ടായതാണ്. അപ്പോൾ അതിനകത്ത് ഡിസ്റ്റൻസ് ഫോമിൽ നമ്മൾ ആദ്യം നോക്കുന്നത്, അതായത് നമുക്ക് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, പിയും ക്യൂവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഈ 2 പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, √(x2 - x1) + y2 - y1 2. ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പിയും ക്യൂവും എന്ന് പറഞ്ഞ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനതവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും 2 പോയിന്റ് നമുക്ക് തരുമ്പോൾ ഇങ്ങനെ ഓർഡർ പെരട്ടായിരിക്കും തരിക, അതായത് പി എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 പോയിന്റുകൾ അങ്ങനെയായിരിക്കും തരിക. അതിൽ ഈ ഫസ്റ്റ് വൺ x1ഉം രണ്ടാമത്തത് y1ഉം ആയിരിക്കും. അടുത്ത പോയിന്റ് ഉണ്ടാവുമല്ലോ ക്യൂ, അതിൻ്റെ അകത്ത് ആദ്യത്തത് x2ഉം രണ്ടാമത്തത് y2ഉം ആയിരിക്കും. ഇത് വെറുതെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് സോൾവ് ആക്കി കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോമുല ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് സെക്ഷൻ ഫോമുലയാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുല തന്നെയാണ്. അതായത് ഒരു ലൈൻ നമുക്കുണ്ട്, അതായത് നമുക്കൊരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ആ പോയിൻ്റ് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, പിയും ക്യൂവും. ഈ പി ക്യൂവിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ എനിക്കുണ്ട്. ഈ ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 2 പീസാക്കി വെക്കണം. അപ്പം ആ പീസാക്കുന്നതിൻ്റെ റേഷ്യോ ആണ് നമുക്കറിയാവുന്നത്. ഓക്കെ, m/n എന്നുള്ള റേഷ്യോയിലാണ് ഈ ലൈനിനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ m/n എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലി ആണ്. ഇൻറ്റേർണലി കട്ട് ചെയ്യുകയാണെങ്കിൽ m/n എന്നുള്ള റേഷ്യോയിൽ ഈ 2 പോയിന്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു ലൈൻ, ആ ലൈനിനെ കണക്ട് ചെയ്ത് 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ആ ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ m/n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ, അതായത് ഇപ്പം ഒരു ലൈൻ പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ ഇതിനെ ഈക്വലി കട്ട് ചെയ്യുകയാണെങ്കിൽ നടുക്കല്ലേ മുറിക്കുന്നത്, അപ്പോൾ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ അല്ലേ, 1:1 അല്ലേ, ഈക്വൽ ആയിട്ടുള്ള രീതിയിലല്ലേ മുറിക്കുക. അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. മിഡ് പോയിൻ്റ് ആണെങ്കിൽ റേഷ്യോ എപ്പോഴും 1:1 ആയിരിക്കും. മിഡ് പോയിൻ്റ് ഇല്ലാത്ത എന്ത് സംഭവമാണെങ്കിൽ m/n എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇത്രയും ചിന്തിച്ചാൽ മതി. സെക്ഷൻ ഫോമുലയാണ്, അതായത് ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇത്ര റേഷ്യോയിലാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. നടുക്കിനെ മുറിക്കുകയാണെങ്കിൽ, മിഡ് പോയിൻ്റ് ആയിട്ട് മുറിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അതിൽ ഇത്. പിന്നെ ഉള്ളത് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ, അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് വേർട്ടിസസിൻ്റെ പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റ്സ് കൊലീനിയറാണെന്ന് അർത്ഥം. ഓക്കെ, അതായത് ഏരിയ നമുക്ക് 0 കിട്ടും. അപ്പോൾ അതിനർത്ഥം എയും ബിയും സിയും കൊലീനിയർ ആണെന്ന്. ഓക്കെ, അതായത് അവർ 3 സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നതിന് അർത്ഥം. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ.